തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാണ്. സീറ്റ് കാര്യത്തിലും ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഇടുക്കിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ച് ജില്ലാ നേതൃത്വം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിലാണ് പേരുകൾ എത്തിയത്. ഓരോ മണ്ഡലങ്ങളിലും 3 മുതൽ 5 വരെ സ്ഥാനാർത്ഥികളെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇടുക്കി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും ജില്ലാ നേതൃത്വം KPCCയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ഇടുക്കിയിൽ നിന്നും ജെയിൻ, എന്തായാലും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വളരെ സജീവമായ ചർച്ചകളുടേതാണ്. സീറ്റിന് വേണ്ടിയുള്ള വടംവലികൾ ഇതൊക്കെ കാണും, സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ അവഗണിച്ച് ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ വിജയസാധ്യത മുന്നിൽ കണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ വെല്ലുവിളി കുറച്ച് കൂടുതലുമാണ്. ആരുടെയൊക്കെ പേരുകളാണ് പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത്? കാര്യമായ ഒരു വാശി സീറ്റുകൾ സ്വന്തമാക്കാൻ നേതാക്കൾക്കിടയിലുണ്ടോ അവിടെ? ദിവിഷ തീർച്ചയായിട്ടുമുണ്ട്. കാരണം ഓരോ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിർദ്ദേശമാണ് KPCCക്ക് മുന്നിൽ, സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചത്. പലരും സ്വന്തം താല്പര്യമനുസരിച്ച് അവരുടെ ഉൾപ്പെടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 മണ്ഡലങ്ങളാണ് സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്: പീരുമേട്, ദേവികുളം, അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല. ഇതിന് പുറമെ ഇടുക്കി നിയമസഭാ മണ്ഡലം ഇത്തവണ കോൺഗ്രസിന് വിട്ടു നൽകണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രമ്യമായ ചർച്ചകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി നടത്തിയ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം എന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ സീറ്റ് കിട്ടുകയാണെങ്കിൽ അതിനുകൂടി ഉള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ ഒരു നിർദ്ദേശം KPCC DCCക്ക് നൽകിയിട്ടുണ്ട്. പ്രധാനമായും പീരുമേട് മണ്ഡലത്തിൽ ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ആയിട്ടുള്ള ആളുകളുടെ പേര് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിനാണ് പ്രഥമ പരിഗണന. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ടേമിൽ മത്സരിച്ച സിറിയക് തോമസ് ഉണ്ട്. ഇത്തവണ മറ്റ് ജില്ലയിൽ നിന്ന് ഒരു നേതാവ് കൂടി പീരുമേട് ലക്ഷ്യമിട്ട് എത്തുന്നുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. അത് നമുക്കറിയാം, മൂവാറ്റുപുഴയിലെ മുൻ MLA ജോസഫ് വാഴക്കിനാണ്. ജോസഫ് വാഴക്കിൻ്റെ പേര് ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, DCC പ്രസിഡന്റ് CP മാത്യു സ്വന്തം പേര് തനിക്ക് താല്പര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ട് പീരുമേട് മണ്ഡലത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോലയിൽ നമുക്കറിയാം MM മണിയുടെ തേരോട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഉടുമ്പൻചോല. ഉടുമ്പൻചോലയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നത് തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് മുൻപ് MM മണിയുമായി മത്സരിച്ച് പരാജയപ്പെട്ട സേനാപതി വേണു, അതോടൊപ്പം തന്നെ മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കൊല്ലാർ, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് KS അരുൺ ഉൾപ്പെടെയുള്ള ഒരു പറ്റം നേതാക്കളുടെ പേരാണ് നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി ദേവികുളത്താണ്. ദേവികുളം തീർച്ചയായിട്ടും ഒരു സംവരണ മണ്ഡലമാണ്. അവിടെ F ഗണപതി, മുൻ MLA ആയിട്ടുള്ള സുന്ദരമാണിക്യത്തിൻ്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള K കൃഷ്ണപൂർത്തിയുടെ പേര് നൽകിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് AK മണി കഴിഞ്ഞ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. 3 തവണ S രാജേന്ദ്രനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അദ്ദേഹം എല്ലാ തവണയും സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിരുന്ന ഒരാളാണ്. ഇത്തവണ അദ്ദേഹം തനിക്ക് മത്സരിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. AK മണിയാണ് ദേവികുളത്തെ അല്ലെങ്കിൽ മൂന്നാറിലെ തോട്ടം മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം മാത്രമേ അവിടെ സാധ്യമാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ AK മണിയെ അനുനയിപ്പിച്ച് അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളൊക്കെ ഈ ഘട്ടത്തിൽ പല സമയത്ത് മുന്നോട്ട് വന്നിരുന്നു. അത്തരം ആളുകൾക്കെതിരെ വലിയ വിമർശനം സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെ സ്വയം പ്രഖ്യാപന രീതികൾ വരുന്നുണ്ട്. പോസ്റ്ററുകൾ പലരുടെയും പ്രതീക്ഷ വരുന്നത്. ശരി ജെയിൻ, അപ്പോൾ ഇടുക്കിയിലെ സീറ്റ് നിർദ്ദേശങ്ങളാണ് കണ്ടത്. ഇനി അതൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനിക്കപ്പെടും.